ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന താരൻ മാറാനുള്ള നല്ല അടിപൊളി ഒരു ഹോം റെമഡി ആയിട്ടാണ്. നേരത്തെ എൻ്റെ തലയിൽ ഇതുപോലെ താരനുണ്ടായിരുന്ന സമയത്ത് കറ്റാർ വാഴ ഞാൻ ഇങ്ങനെയൊന്ന് ഉപയോഗിച്ചപ്പോൾ ഒറ്റ യൂസിൽ തന്നെ എൻ്റെ തലയിൽ ഫുൾ താരനും എനിക്ക് മാറ്റാൻ പറ്റി. ഇപ്പോൾ ഇതാ എൻ്റെ മോൻ്റെ തലയിൽ ഇതുപോലെ ചെറുതായിട്ട് താരൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറ്റാർ വാഴ അന്ന് ചെയ്തതുപോലെ മോൻ്റെ തലയിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഇതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. എത്ര വലിയ താരനായാലും ഇത് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ഫുൾ താരനും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതായത് മോൻ്റെ തലയിൽ ഇതേപോലെ ഒന്ന് ചുരുങ്ങാൽ തന്നെ നന്നായിട്ട് താരൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 4 കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. കറ്റാർ വാഴ മുറിച്ച് കഴിഞ്ഞാൽ നമ്മളിത് എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കണം. അതിൽ നിന്നൊരു മഞ്ഞക്കറ ഉണ്ടാവാറുണ്ട്. അത് പൂർണ്ണമായും മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ കറയോടുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇത് ഒരു ഇച്ചിങ് ഇറിറ്റേഷൻ ഉണ്ടാവും. അത് മിക്കവാറും എല്ലാ സ്കിന്നിലും അതൊരു പ്രോബ്ലമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടത് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ മഞ്ഞക്കറയൊക്കെ മാറ്റിയതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ട് ഒന്ന് തുടച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ജെല്ല് നമുക്കൊന്ന് എടുക്കണം. അതിനായിട്ട് എൻ്റെ സൈഡിൽ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ ജെല്ല് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എൻ്റെ ഇല ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ സ്പൂണ് വെച്ചൊന്ന് പിടിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മുഴുവനും ജെല്ലും നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് എടുത്തേക്കുന്ന എല്ലാ കറ്റാർ വാഴയിലെയും ജെല്ല് നമുക്കിതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അത് ഇത്രയും ജെല്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായും മോൻ്റെ തലയിൽ മാത്രം തേക്കാനല്ല, ഇത് ഞാൻ കുറച്ച് എൻ്റെ തലയിലും തേക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളും ആ ഒരു അളവിൽ എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മുടെ മിക്സിയിലിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന കറ്റാർ വാഴ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ജെല്ലും നമുക്ക് ആ പാത്രത്തിലേക്ക് കിട്ടും. നമുക്കിത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് താരനെല്ലാം മുഴുവനായിട്ടും മാറ്റാൻ പറ്റും. അല്ലാതെ തന്നെ കറ്റാർ വാഴ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം തരുന്നതാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ ഇവിടെ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പത പോലെയാണ് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, വേറൊരു എണ്ണയും മാറ്റി ചേർക്കരുത്. അപ്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുഴുവൻ താരനും നമുക്ക് മാറ്റാൻ പറ്റും. ഇതൊരു 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ തലയിലെ ഫുൾ താരൻ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ എൻ്റെ മോൻ്റെ തലയിലെ ആ ഒരു താരൻ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഇതാ നന്നായിട്ട് നമ്മളൊന്ന് ചൊറിഞ്ഞു കൊടുക്കാമെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു വരും. ഇനി കറ്റാർ വാഴയുടെ മിക്സ് നമുക്ക് തലയിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. തലയുടെ എല്ലാ ഭാഗത്തും ഈ കറ്റാർ വാഴയുടെ മിക്സ് എത്തണം. കറ്റാർ വാഴയ്ക്ക് നല്ല തണുപ്പാണ്. അതുകൊണ്ട് അധിക നേരം നമ്മൾ തലയിൽ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം പനി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതൊരു 15 മിനിറ്റ് മാത്രമേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. തല ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൊറിഞ്ഞ് നന്നായിട്ട് ഈ മിക്സ് തലയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു അല്ലെങ്കിൽ കുട്ടികളുടെ ഷാമ്പു ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് കഴുകി മാറ്റാം. കുട്ടികൾക്ക് മാത്രമല്ല, ഇതുപോലെ നമ്മുടെ മുടിയിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാ പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തരാനാണ് ഞാനിത് മോൻ്റെ തലയിൽ തന്നെ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം മോൻ തല നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒട്ടും താരന് ഇപ്പോൾ തലയിലില്ല, എല്ലാം പോയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക്
താരനെല്ലാം ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ മോൻ്റെ തല നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും താരൻ തലയിലില്ല. ഇതുപോലെ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കറ്റാർവാഴ ഉപയോഗിച്ച് താരം മാറ്റാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ സുജി ഫുഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു.